ആരോടും പകയില്ലാത്ത ഹൃദയം, ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും വൈരാഗ്യമില്ല. ഉപ്പയോട് വെറുപ്പില്ല, ഉമ്മയോട് വെറുപ്പില്ല, ഭർത്താവിനോട് വെറുപ്പില്ല, ഭാര്യയോട് വെറുപ്പില്ല, മക്കളോട് വെറുപ്പില്ല, അമ്മായിയുമ്മയോട് വെറുപ്പില്ല, പെഞ്ഞായിനോട് വെറുപ്പില്ല, കൂട്ടുകാരോട് വെറുപ്പില്ല, കൂട്ടുകാരികളോട് വെറുപ്പില്ല, നാത്തൂനോട് വെറുപ്പില്ല. അതേ, ഭർത്താവിൻ്റെ ഉമ്മയോട് വെറുപ്പില്ല, ഭർത്താവിൻ്റെ ഉപ്പയോട് വെറുപ്പില്ല. അതേ, സ്വന്തം മകൻ്റെ ഭാര്യയോട് വെറുപ്പില്ല, സ്വന്തം മകൻ്റെ മകളുടെ ഭർത്താവിനോട് വെറുപ്പില്ല, അയൽവാസികളോട് വെറുപ്പില്ല, കുടുംബങ്ങളോട് വെറുപ്പില്ല. ഒരൊറ്റ ഒരു മുഅ്മിനിനോടും ഒരു വെറുപ്പും ഇല്ല. കൽബ് നല്ല കൽബാകണം. ആ കൽബ് സ്വർഗത്തിലാണ്. ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്തിനാണ് വൈരാഗ്യം? എന്തിനാണ് വെറുപ്പ്? എന്തിനാണ് വിദ്വേഷം? എന്തിനാണ് പാരവെക്കുന്നത്? എന്തിനാണ് പരസ്പരം കുറ്റം പറയുന്നത്? എന്തിനാണ് പരസ്പരം ചീത്ത പറയുന്നത്? എന്തിനാണ് അയൽവാസിയോട് ചൊടിച്ചു നിൽക്കുന്നത്? എന്തിനാണ് കൽബ് മോശമാക്കുന്നത്? അല്ലാഹ് തന്ന കൽബ് അതൊന്ന് നന്നാവണ്ടേ. മകന്റെ ഭാര്യമാരോട് വിവേചനപൂർവം പെരുമാറുന്ന ഉമ്മമാരില്ലേ? ഒരു മകന്റെ ഭാര്യയോട് ഒരു സ്വഭാവം, വേറൊരു മകന്റെ ഭാര്യയോട് വേറൊരു സ്വഭാവം. ഒരു മകന്റെ ഭാര്യ വന്നത് നല്ല പണമുള്ള വീട്ടിൽ നിന്നാണ്, വേറൊരു മകന്റെ ഭാര്യ വന്നത് പണമില്ലാത്ത വീട്ടിൽ നിന്നാണ്. ഈ രണ്ട് മക്കളുടെ പെഞ്ഞായിമാരുടെ ഇടയിൽ വ്യത്യാസം കാണിക്കുന്ന ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ? ഓ ഉമ്മ, നിങ്ങൾ മദനീയം കേൾക്കുന്നവരാണോ? നിങ്ങൾ ദിക്ർ ചൊല്ലുന്നവരാണോ? നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാണോ? നിങ്ങൾ ഹദ്ദാദ് ചൊല്ലുന്നവരാണോ? നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരാണോ? നിങ്ങളുടെ കൽബൊന്ന് നന്നാക്കണേ. വിവേചനപൂർവം അതേ രണ്ട് മക്കളുടെ ഭാര്യമാർക്കിടയിൽ നിങ്ങൾ വ്യത്യാസത്തോടുകൂടെ പെരുമാറിയാൽ ആ കൽബുമായി നിങ്ങൾ സ്വർഗത്തിൽ പോവൂല. സ്വർഗം അവർക്ക് കിട്ടൂല. സ്വർഗം കിട്ടുമെന്ന പൂതി കൽബിൽ വേണ്ടേ വേണ്ട. എല്ലാവരോടും നല്ല സ്വഭാവം, എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും ഉഷാറാവട്ടെ. എന്തിനാണ് മാറ്റം വെക്കുന്നത്? എന്തിനാണ് സിഹ്ർ ചെയ്യുന്നത്? എന്തിനാണ് അസൂയ വെക്കുന്നത്? എന്തിനാണ് പരസ്പരം വിദ്വേഷം വെക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോകുമോ? ഇല്ലേ, ഇല്ല. കടുത്ത ഹറാമല്ലേ? മാറ്റം വെക്കുന്നവരില്ലേ? അയൽവാസികൾക്ക് മാറ്റം, ഭർത്താവിന് മാറ്റം, ഭാര്യയ്ക്ക് മാറ്റം, പെഞ്ഞായിക്ക് മാറ്റം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുടുംബത്തിൽ മാറ്റം, എളാപ്പാക്ക് എളാമാക്ക് മാറ്റം. ഇങ്ങനെ പരസ്പരം വിദ്വേഷം വെച്ച് ജീവിക്കുന്നവര് സ്വർഗത്തിൽ പോകൂല. ദുനിയാവെന്നങ്ങ് തീരുമെന്ന് വന്നേക്കാം. ദുനിയാവെന്നൊരു പക്ഷേ എന്തെങ്കിലും സുഖം കിട്ടിയേക്കാം. ദുനിയാവിൽ വലിയ പറുദീസകൾ ലഭിച്ചെന്ന് വന്നേക്കാം. ദുനിയാവിൽ ഒരു പക്ഷേ അയാൾ നരകിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടു എന്ന് വരാം. പക്ഷേ ഖബറിലേക്ക് എത്തലോടുകൂടെ ഭയാനകരമായ ജീവിതമാണ്, വേദനാജനകമായ ജീവിതമാണ്. അവിടെ അദാബാണ്. അല്ലാഹ് അപ്പ ചിന്തിക്കും, ഞാൻ ദുനിയാവിൽ വെച്ച് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവല്ലോ. അല്ലാഹ്, ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോകുന്നവരില്ലേ, മാട്ടം വെക്കുന്ന സ്വാമിമാരുടെ അടുക്കലേക്ക് പോകുന്ന ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, നഊദു ബില്ലാഹ്, അവരുടെ വീട് നരകമാണ് കേട്ടോ. അവരുടെ ഇബാദത്ത് മുഴുവനും പൊളിഞ്ഞു പോയി. നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല, ദിക്ർ അല്ലാഹു സ്വീകരിക്കൂല, ഒരു അമലും അല്ലാഹു ഖബൂൽ ചെയ്യൂല. എല്ലാം 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 നഷ്ടമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ. അല്ലാഹുവാണ് പരമമായി നമുക്ക് വലുത്. ആ റബ്ബിനാണ് നമുക്ക് അഭയം. ആ
ഉറപ്പാണ് എല്ലാം. നമ്മുടെ ഹൃദയം ഒന്ന് നന്നാകണം, ഒന്ന് ഖൽബ് നന്നാകണം, എല്ലാവരുമായി നല്ല രൂപത്തിൽ പെരുമാറണം. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആലിമീങ്ങൾ, ഞങ്ങളെ ഉസ്താദുമാർ എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ അങ്ങ് ബുഖാറയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലായിരുന്നു. ആ രംഗം നമ്മൾ കണ്ടോ? എത്ര വിനയത്തോടെയാണ് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ ഖബറു ഷരീഫിന്റെ മുന്നിൽ ഉസ്താദ് ഇരിക്കുന്നത്. ഉസ്താദിന് വേണമെങ്കിൽ ചാരിയിരിക്കാമായിരുന്നു, പക്ഷേ തലതാഴ്ത്തി പിടിച്ച് കണ്ണിലൂടെ കണ്ണുനീറുകൾ ചാലിട്ട് ഒഴുകുകയാണ്. ആരോടും വിദ്വേഷം ആ കൽബിലില്ല, ആരോടും വെറുപ്പ് ആ കൽബിലില്ല. അതേ ജീവിതത്തിന്റെ ജീവിതയാത്രക്കിടയിൽ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് 20 കൊല്ലത്തിന് മുകളിലായി. പക്ഷേ ഈ ജീവിതത്തിന്റെ ഇടയിൽ ഒരാളെ കുറ്റം പറയുന്നത് കേട്ടില്ല, ഒരാളെ ഗീബത്ത് പറയുന്നത് കേട്ടില്ല, ഒരാൾ മോശമാകണമെന്ന് ആഗ്രഹിക്കുന്നത് കണ്ടില്ല. എല്ലാവരും നന്നാകണം, എല്ലാവരും ഉഷാറാകണം. നമ്മുടെ ആലിമീങ്ങളുടെ ഖൽബ് ആ ഖൽബല്ലേ. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ.